പരിഹസിച്ചാലും തോറ്റുകൊടുക്കരുത്, കളിയാക്കിയാലും തോറ്റുകൊടുക്കരുത്. ഇനി അഥവാ തോറ്റുപോയാലോ അവിടെ തളരാനും നിൽക്കരുത്. അന്ന് റസൂലുള്ള ആദ്യമായി ഇസ്ലാമിനെ കുറിച്ച് മക്കക്കാരോട് പറഞ്ഞപ്പോ കൂടുതൽ ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറഞ്ഞു, പരിഹസിച്ചു, കള്ളൻ എന്ന് വിളിച്ചു. പക്ഷേ റസൂല് തളർന്നില്ല. അന്ന് ശത്രുക്കൾ പോലും പേടിച്ചു വിളിച്ചിരുന്ന അവരുടെ തന്നെ നേതാക്കളായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹും ഹംസ റളിയല്ലാഹു അൻഹും ഒക്കെ ഇസ്ലാമിലേക്ക് വന്നപ്പോഴും റസൂലുള്ളാഹിക്ക് മക്കയിൽ പിടിച്ചു നിൽക്കാനായില്ല. പക്ഷേ റസൂൽ തോറ്റുകൊടുത്തില്ല, മുന്നോട്ട് പോയി. ശത്രുക്കളുടെ കൊടിയ പീഡനം സഹിക്കാതെ മക്ക വിട്ട് മദീനയിലേക്ക് പോയി. അവിടുന്ന് ഇസ്ലാം പടർന്ന് പന്തലിച്ചു. വർഷങ്ങൾക്ക് ശേഷം റസൂലും സ്വഹാബത്തും മക്ക കീഴടക്കുന്ന ഒരു രംഗമുണ്ട്. തോൽവിയിലും പതറാതെ നിന്ന റസൂൽ മാതൃകയാണ്. നമ്മൾ ചിലപ്പോ ജയിച്ചു എന്ന് തോന്നിയിടത്ത് നിന്ന് താഴേക്ക് വീണേക്കാം. തുടക്കത്തില് ഒരുപാട് പരാജയപ്പെട്ടേക്കാം.